Dear friends, welcome to Electron College. So previous session മെമ്മറിയെ കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. നമ്മൾ റാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, മെമ്മറി ഓർഗനൈസേഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. So now we will continue with RAM. So RAM basically there are two types of RAM, static RAM and dynamic RAM. അതായത് SRAM and DRAM. So ആദ്യം സ്റ്റാറ്റിക് മെമ്മറിയെ കുറിച്ച് നോക്കാം. Now static RAM, it retains their state only as long as power is applied. So power applied ആണെങ്കിൽ മാത്രമേ ഇൻഫർമേഷൻ അത് റീറ്റെയിൻ ചെയ്യത്തുള്ളൂ. വൺസ് ദി പവർ ഈസ് ഓഫ്, ദ ഇൻഫർമേഷൻ വിൽ ബി ലോസ്റ്റ്. ആൻഡ് ഒരു ബേസിക് സെല്ലിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. നൗ സോ ഇവിടെ ഒരു വേർഡ് ലൈൻ അവൈലബിൾ ആണ്. നൗ ദിസ് ബി ഈസ് ദ ബിറ്റ് ലൈൻ. സോ ഈ പർട്ടിക്കുലർ സെല്ലിൻ്റെ വാല്യൂ റീഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ബിറ്റ് ലൈൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ബിറ്റ് ലൈനിലൂടെ ആയിരിക്കും നമ്മൾ ഈ ഡേറ്റ ഈ സെല്ലിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് T1 ആൻഡ് T2, പിന്നെ ഇവിടെ ഒരു ക്രോസ് കണക്റ്റഡ് ഒരു ലാച്ച് ടൈപ്പ് സ്ട്രക്ചറുണ്ട്. ആൻഡ് ദിസ് ഈസ് പോയിൻ്റ് എക്സ് ആൻഡ് ദിസ് ഈസ് പോയിൻ്റ് വൈ. സോ ഈ രണ്ട് പോയിൻറ്റ്സും കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് അതർ ആണ്. ഇഫ് എക്സ് ഈക്വൽ ടു 0, y will be 0. If x equal to 1, y will be equal to 1. So cross connected inverters, they form a latch. Now it is connected to bit lines B and B dash by transistors T1 and T2. So these transistors act as switches. ശരിക്കും ഈ ട്രാൻസിസ്റ്റേഴ്സ് സ്വിച്ചസിനെ പോലെയാണ്. ഈ ട്രാൻസിസ്റ്റേഴ്സ് ദ വേർഡ് ലൈനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേർഡ് ലൈൻ ഗ്രൗണ്ടഡ് ആണെങ്കിൽ അഥവാ വേർഡ് ലൈൻ ആക്ടിവേറ്റഡ് അല്ല എങ്കിൽ ദി ട്രാൻസിസ്റ്റേഴ്സ് വിൽ റിമെയിൻ ഓഫ്, ബിക്കോസ് ബേസ് കണക്ട് ചെയ്തിരിക്കുന്നത് വേർഡ് ലൈനിലോട്ടാണ്. സോ വേർഡ് ലൈൻ ആക്ടിവേറ്റഡ് അല്ല എങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് വിൽ റിമെയിൻ ഓഫ്. വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് വിൽ റിമെയിൻ ഓൺ. സോ അതൊരു സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി വേർഡ് ലൈൻ എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത്? നമ്മൾ ഈ സെല്ലിനെ അസസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. സോ ആ അഡ്രസ്സ് ഈ വേർഡ് ലൈനിൻ്റെ അഡ്രസ്സുമായിട്ട് മാച്ച് ആവുമ്പോൾ ദ സെൽ വിൽ ബി സെലക്റ്റഡ് ആൻഡ് ദിസ് വേർഡ് ലൈൻ വിൽ ബി ആക്ടിവേറ്റഡ്. സോ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആവുമ്പോൾ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആവും. സോ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആയി കഴിഞ്ഞാൽ ഈ പോയിൻ്റ് എക്സ് ആസ് വെൽ എസ് പോയിൻ്റ് വൈ ഈ ബിറ്റ് ലൈനുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് അല്ലേ. ട്രാൻസിസ്റ്റർ ഓൺ ആവുമ്പോൾ ഈ പോയിൻ്റ് എക്സ് ബിയു ആയിട്ടും പോയിൻ്റ് വൈ ബി ഡാഷുമായിട്ടും കണക്റ്റഡ് ആവുകയാണ്. നൗ ഈ സെല്ലിൻ്റെ വാല്യൂ നമുക്ക് റീഡ് ചെയ്യുകയോ സെല്ലിലോട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ ഈ ട്രാൻസിസ്റ്റേഴ്സ് ഓഫ് ആണെങ്കിൽ we cannot perform any operation, because transistors off ആണെങ്കിൽ പിന്നെ ഈ ഒരു latch is disconnected from B and B dash അല്ലേ, because these transistors will become open. ട്രാൻസിസ്റ്റേഴ്സ് ഓഫ് ആണെങ്കിൽ അപ്പോൾ ബിയും ബി ഡാഷുമായിട്ട് ഈ ലാച്ചിന് റിലേഷനൊന്നും കാണത്തില്ല. ഇറ്റ് വിൽ നോട്ട് ബി കണക്റ്റഡ് ടു ദ ലാച്ച്, ടു ദ ലൈൻ ബിറ്റ് ലൈൻ B and B dash. So we will not be able to read the value, or we will not able to store some value into this latch. So when the word line is at ground level, the transistors will be off. Word line activated ആവുമ്പോൾ transistors will come on. Now ഈ സെല്ലിൻ്റെ വാല്യൂ നോക്കാം. ഇത് എപ്പോഴാണ് സ്റ്റേറ്റ് 1ലോട്ടും എപ്പോഴാണ് സ്റ്റേറ്റ് 0ലോട്ടും പോകുന്നതെന്നുള്ളത്. സോ ഹിയർ ഈ സെല്ലിൻ്റെ വാല്യൂ എപ്പോഴാണ് 1 ആവുന്നതെന്ന് നോക്കാം. ശരിക്കും ഈ പോയിൻ്റ് എക്സിൻ്റെ വാല്യൂ എന്താണോ അതാണ് ഈ സെല്ലിൻ്റെ വാല്യൂ. സോ ഇഫ് എക്സ് ഈക്വൽ ടു 1, then y will be equal to 0, because ഇത് രണ്ടും കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് അതർ ആണ്. അപ്പോൾ x equal to 1 ആണെങ്കിൽ y will be 0, and this is the value of the cell. The value of x is the value of the cell. ഇപ്പോൾ x equal to 1 ആണെങ്കിൽ the value of the cell is equal to 1. ഇപ്പോൾ x equal to 0 ആണെങ്കിൽ possibly y will be 1 അല്ലേ. So the value of the cell is 0. അപ്പോൾ സ്റ്റേറ്റ് 1 ആവുമ്പോൾ x 0യും y 1ഉം ആവണം. സ്റ്റേറ്റ് 0 എന്ന് പറയുമ്പോൾ x 0യും y 1ഉം ആവണം. So state 1 logic value at point x is 1 and state logic value at point y is 0. State 0 logic value at point x is 0 and logic value at point y is 1. Now ഇവിടെ ഒരു റീഡ് ഓപ്പറേഷൻ ആസ് വെൽ ആസ് റൈറ്റ് ഓപ്പറേഷൻ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ പർട്ടിക്കുലർ സെല്ലിൻ്റെ വാല്യൂ റീഡ് ചെയ്യണം. അപ്പോൾ സെല്ലിൻ്റെ വാല്യൂ റീഡ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു റീഡ് ദ വാല്യൂ ഓഫ് ദിസ് പോയിൻ്റ് എക്സ്. Now this is done through the line B, through the bit line B. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പർട്ടിക്കുലർ സെൽ അസസ് ചെയ്യണമെങ്കിൽ ഈ സെല്ലിൻ്റെ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുക. സോ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ പർട്ടിക്കുലർ വേർഡ് ലൈൻ ആക്ടിവേറ്റഡ് ആവും.
വേർഡ് ലൈൻ ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആവും. ട്രാൻസിസ്റ്റേഴ്സ് ഓൺ ആയി കഴിയുമ്പോൾ പോയിന്റ് എക്സ് ബിറ്റ് ലൈൻ ബി യു ആയിട്ട് കണക്റ്റഡ് ആവും, പോയിന്റ് വൈ ബിറ്റ് ലൈൻ ബി ഡാഷുമായിട്ട് കണക്റ്റഡ് ആവും. നൗ ബിയിലൂടെ നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ റീഡ് ചെയ്യാം. അതായത് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഇവിടെ റീഡ് ചെയ്യാം, വൈയുടെ വാല്യൂ ബി ഡാഷിൽ റീഡ് ചെയ്യാം. And the value of x will be the value of the cell. This is how a read operation will be performed. ഇനി എങ്ങനെയാണ് ഡേറ്റ ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്, അതായത് റൈറ്റ് ഓപ്പറേഷൻ. ഡേറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെല്ലിൽ ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആ സെല്ലിൻ്റെ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ വേർഡ് ലൈൻ ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ട്രാൻസിസ്റ്റർ T1 ആൻഡ് ട്രാൻസിസ്റ്റർ T2 ഓൺ ആവും. ഓൺ ആയി കഴിയുമ്പോൾ ബിറ്റ് ലൈൻ ബി വിൽ ബി കണക്റ്റഡ് ടു എക്സ് ആൻഡ് ബി ഡാഷ് വിൽ ബി കണക്റ്റഡ് ടു വൈ. ഇനി നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് ഈ ബിറ്റ് ലൈൻ ബിയിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആ വാല്യൂ എക്സിൽ സ്റ്റോർ ആവുന്നു. ദിസ് ഈസ് ഹൗ വി വിൽ സ്റ്റോർ സം ഡേറ്റ ഇൻ ടു ദ സെൽ. അത് 0 ആണെങ്കിലും 1 ആണെങ്കിലും. സോ റീഡ് ഓപ്പറേഷൻ ആക്ടിവേറ്റ് ദ വേർഡ് ലൈൻ. If the cell is in state 1, B is high and B dash is low. If the cell is in state 0, B is low and B dash is high. Similarly, for write operation, the required value is set on B and B dash. നമുക്ക് സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ ബിറ്റ് ലൈൻ ബിയിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനു മുമ്പ് ഓഫ് കോഴ്സ് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യണം. ആ പർട്ടിക്കുലർ സെൽ നമ്മൾ സെലക്ട് ചെയ്യുകയും വേണം. നൗ സിമിലർലി SRAM തന്നെ ദിസ് ഈസ് CMOS ടൈപ്പ് ഓഫ് സെൽ. സോ ഇവിടെ വീണ്ടും ഈ ഒരു സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ദിസ് ഈസ് പോയിന്റ് എക്സ് ആൻഡ് ദിസ് ഈസ് പോയിന്റ് വൈ. ഇവിടെയും വേർഡ് ലൈൻ അവൈലബിൾ ആണ്, ബിറ്റ് ലൈൻ അവൈലബിൾ ആണ്. രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ വേർഡ് ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ വേർഡ് ലൈൻ ആക്ടിവേറ്റഡ് ആവുമ്പോൾ ഈ ട്രാൻസിസ്റ്റേഴ്സ് T1ഉം T2ഉം ആക്ടിവേറ്റഡ് ആവും, അല്ലെങ്കിൽ ഓൺ ആവും. ആൻഡ് ഈ ഒരു സ്ട്രക്ചറിൽ ഇവിടെ നമ്മൾ T3, T5, T4, T6 അങ്ങനെ 4 അഡീഷണൽ ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നൗ ഈ സെല്ലിൻ്റെ വാല്യൂ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ 1, ഈ സെല്ലിൻ്റെ വാല്യൂ 1 ആയിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 എന്ന് പറയുമ്പോൾ എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1 ആൻഡ് വൈ ഷുഡ് ബി ഈക്വൽ ടു 0. ഇതാണല്ലോ ഈ സെല്ലിൻ്റെ വാല്യൂ. ഇപ്പോഴാണല്ലോ ഈ സെല്ലിൻ്റെ വാല്യൂ 1 ആവുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് T3 വിൽ ബി ഓൺ, T6 വിൽ ഓൾസോ ബി ഓൺ. ഈ രണ്ട് ട്രാൻസിസ്റ്ററേയും നമ്മൾ ഓൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് ദിസ് ട്രാൻസിസ്റ്റർ വിൽ ബി മെയ്ഡ് ഓഫ്. T5 will also be made off. അപ്പോൾ T3 ഓൺ ചെയ്യുമ്പോൾ തന്നെ this x, point x will get connected to this VCC and this point will be equal to 1. ഈ വാല്യൂ അപ്പോൾ ഹൈ ആവും. ഈ വാല്യൂ ലോജിക്കലി ഹൈ ആവും. ആൻഡ് ഈ ട്രാൻസിസ്റ്റർ ഓഫാണ്. അപ്പോൾ ഇത് ഗ്രൗണ്ടിലോട്ട് കണക്ഷൻസ് ഒന്നുമില്ല. ആൻഡ് ഇവിടെ T4 ഓഫാണ്. അപ്പോൾ പോയിന്റ് വൈ T6 ഈസ് ഓൺ അല്ലേ, T6 ഈസ് ഓൺ ആണ്. അപ്പോൾ പോയിന്റ് വൈ വിൽ ഗെറ്റ് കണക്റ്റഡ് ടു ദിസ് ഗ്രൗണ്ട് ആൻഡ് ദിസ് പോയിന്റ് വിൽ ഗെറ്റ് 0. അപ്പോൾ to set the value of 1, you have to set x equal to 1, y equal to 0. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് T3 is made on, T6 is made on. ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ചെയ്യുന്നു. This is how you will set the value 1. Now, how will you set the value 0? നമുക്കിത് 0 ആക്കണമെങ്കിൽ x should be 0 and y should be 1. ശരിയല്ലേ? അപ്പോൾ x 0 ആവണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് T5 will be made on and T4 will be made on, T3 will be made off, T6 will also be made off. But T5 on ആക്കുമ്പോൾ തന്നെ x will get connected to the ground and this point will get 0. ഇവിടെ T4 on ആക്കുമ്പോൾ y will get connected to the supply and y will be logically high, y will be 1. So ഈ രീതിയിലായിരിക്കും നമ്മളിവിടെ 0യും 1ഉം സെറ്റ് ചെയ്യുന്നത്. സോ റിമൈനിങ് റീഡ് ഓപ്പറേഷൻ ആസ് വെൽ ആസ് റൈറ്റ് ഓപ്പറേഷൻ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെയാണ്. റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുക, വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആവും. അപ്പോൾ ഈ പോയിന്റ് എക്സ് ബി യു ആയിട്ട് കണക്റ്റ് ആവുന്നു. ഈ ബിയിലൂടെ ബിറ്റ് ലൈൻ ബിയിലൂടെ ഈ പോയിന്റിൻ്റെ വാല്യൂ നമുക്ക് റീഡ് ചെയ്യാം. ഇനി സ്റ്റോറാണ് ചെയ്യേണ്ടതെങ്കിൽ ഇതുപോലെ തന്നെ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ഈ സെൽ ആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ഈ ബിറ്റ് ലൈൻ ബിയിലൂടെ പ്രൊവൈഡ് ചെയ്യുക. അത് ഈ പോയിന്റ് എക്സിലും അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഈ പോയിന്റ് വൈയിലും സ്റ്റോർ ആവുന്നതായിരിക്കും. So for state 1, T3 and T6 should be on, T4 and T5 should be off. State 0, T3 and T6 will be off and T4 and T5 will be on. And so നമുക്കറിയാം SRAMs, they are volatile.
അതായത് ഇഫ് പവർ ഈസ് ഇൻറ്ററപ്റ്റഡ് ദ സെൽ കണ്ടൻസ് മേ ബി ലോസ്റ്റ്. സോ പവർ ഉള്ളിടത്തോളം സമയം മാത്രമേ സെൽസിലെ വാല്യൂ റീറ്റെയിൻ ചെയ്യത്തുള്ളൂ. പവർ സപ്ലൈ ഇൻറ്ററപ്റ്റഡ് ആകുമ്പോൾ സെൽസ് കണ്ടൻസ് വിൽ ഓൾസോ ബി ലോസ്റ്റ്. പവർ റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പഴയ ഇൻഫർമേഷൻ തിരിച്ച് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, പഴയ ഇൻഫർമേഷൻ അവിടെ ഉണ്ടാവത്തില്ല. ആൻഡ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് CMOS RAM ഈസ് ലോ പവർ കൺസംപ്ഷൻ. Now dynamic RAM or DRAM. So in dynamic RAM the data is stored as charge and capacitors. So നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നു, എന്നിട്ട് ആ കപ്പാസിറ്ററിൽ the presence of charge that is taken as logical 1, absence of charge is taken as logical 0. And ഇവിടെ also DRAM requires periodic charge refreshing to maintain this data. നമ്മൾ ഈ ചാർജ് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തിട്ട് അവിടെ 1 സ്റ്റോർ ചെയ്യുന്നു, അതോടൊപ്പം പീരിയോഡിക് ചാർജ് റിഫ്രഷിങ് ഇവിടെ ആവശ്യമായിട്ട് വരും. എങ്കിൽ മാത്രമേ ആ ഡേറ്റ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഈ കപ്പാസിറ്റർ ചാർജ് ആയതുപോലെ തന്നെ അത് പിന്നെ ഡിസ്ചാർജ് ആവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഈ പീരിയോഡിക് ചാർജ് റിഫ്രഷിങ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി 2 ടൈപ്സ് ഓഫ് DRAMനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അസിൻക്രണസ് DRAM ആൻഡ് സിൻക്രണസ് DRAM. സോ ഇതിൻ്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് സിൻക്രണസ് DRAM ദർ വിൽ ബി എ ക്ലോക്ക് സിഗ്നൽ ടു കൺട്രോൾ ദി ഓപ്പറേഷൻസ്. അസിൻക്രണസ് DRAM ക്ലോക്ക് സിഗ്നൽസ് ഒന്നും ഉണ്ടാവത്തില്ല, ടൈമിംഗ് ഈസ് ഡൺ അസിൻക്രണസ്ലി. സോ ഒരു DRAമിലെ ബേസിക് സെൽ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ദർ ഈസ് എ ബിറ്റ് ലൈൻ, വേർഡ് ലൈൻ, ഇതൊക്കെ പഴയ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ആൻഡ് നമ്മളൊരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസിസ്റ്ററിലൂടെയാണ് നമ്മൾ ഈ വേർഡ് ലൈനിലും ബിറ്റ് ലൈനിലും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സെൽ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആവും ആൻഡ് ഈ സെല്ലിനെ ബിറ്റ് ലൈനുമായിട്ട് അത് കണക്ട് ചെയ്യും. ആൻഡ് ഇവിടെ എങ്ങനെ വാല്യൂ 1 സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. സോ വാല്യൂ 1 സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുക, ട്രാൻസിസ്റ്റർ ഓൺ ആവും ആൻഡ് ഒരു വോൾട്ടേജ് നമ്മൾ ഈ ബിറ്റ് ലൈനിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഈ വോൾട്ടേജ് ബിറ്റ് ലൈനിലോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ആവും. ദിസ് കപ്പാസിറ്റർ വിൽ ചാർജ്. ഇസ് ഇറ്റ് കപ്പാസിറ്റർ ചാർജായി കഴിയുമ്പോൾ ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് ലോജിക് 1. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ സെല്ലിൻ്റെ വാല്യൂ 1 ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെല്ലിൻ്റെ വാല്യൂ 1 ലോജിക്കൽ 1ലോട്ട് മൂവ് ചെയ്യുന്നത്. ലോജിക്കൽ 0 എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് ചാർജ്. ഇഫ് ദർ ഈസ് നോ ചാർജ് ഇൻ ദ കപ്പാസിറ്റർ ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് ലോജിക്കൽ 0. സോ ടു സ്റ്റോർ ഇൻഫർമേഷൻ transistor has to be turned on, voltage is applied to the bit line and this will cause a known amount of charge to be stored in the capacitor. So now when T is turned off, capacitor begins to discharge. So ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം, നമ്മൾ ഈ ലോജിക്കൽ 1 കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ലോജിക്കൽ 1 അറ്റൈൻ ചെയ്തതിന് ശേഷം ഈ വോൾട്ടേജ് നമ്മൾ റിമൂവ് ചെയ്യുമല്ലോ. ഈ വോൾട്ടേജ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ the capacitor will begin to discharge. അപ്പോൾ ഇത് ഡിസ്ചാർജ് ആയിട്ട് there will be a threshold, നമുക്കൊരു ത്രിഷോൾഡ് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് ഈ ത്രിഷോൾഡും കഴിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ the value 1 will be changed to logical 0. ശരിയല്ലേ? അപ്പോൾ ഈ ഡിസ്ചാർജിങ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. ആൻഡ് അറ്റ്ലീസ്റ്റ് ഈ ത്രിഷോൾഡ് വാല്യൂ ഈ ഡിസ്ചാർജ് ആയിട്ട് ത്രിഷോൾഡിൻ്റെ താഴെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഡിറ്റക്റ്റ് ചെയ്യുകയും തിരിച്ച് വീണ്ടും അത് പഴയ ലെവലിലോട്ട് ചാർജ് ചെയ്ത് കൊണ്ടുവരികയും വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പീരിയോഡിക് റിഫ്രഷിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഡേറ്റ ഇൻ ദ സെൽ ക്യാൻ ബി റിട്രീവ്ഡ് only if the capacitor is read before the charge drops below some threshold value. സോ നമുക്കറിയാം ലോജിക്കൽ 1 അറ്റൈൻ ചെയ്തതിന് ശേഷം വോൾട്ടേജ് റിമൂവ് ചെയ്യുമ്പോൾ of course it will discharge, but you have to detect that before the charge reduces below the threshold value. ത്രിഷോൾഡ് വാല്യൂവിൻ്റെ താഴെ പോകുന്നതിന് മുമ്പ് നമ്മളത് ഡിറ്റക്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് വീണ്ടും റീചാർജ് ചെയ്ത് പഴയ ലെവലിലോട്ട് കൊണ്ടുവരികയും വേണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പീരിയോഡിക് ചാർജ് റിഫ്രഷിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് പീരിയോഡിക്കലി നമ്മൾ ഈ സെല്ലിനെ റീഡ് ചെയ്യണം. ഈ സെല്ലിൻ്റെ വാല്യൂ നമ്മൾ റീഡ് ചെയ്ത് കൊണ്ടേയിരിക്കണം. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ ആ സെല്ലിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഈ എബോ ദ ത്രിഷോൾഡ് ആണെങ്കിൽ, അത് ചിലപ്പോൾ ഇവിടെ ആവാം, ചിലപ്പോൾ ഈ പോയിൻ്റ് ആവാം. സോ എബോ ദ ത്രിഷോൾഡ് ആണെങ്കിൽ വീണ്ടും ചാർജ് ചെയ്യുക, വീണ്ടും മാക്സിമം ചാർജ് ചെയ്ത് ലോജിക്കൽ 1ലോട്ട് കൊണ്ടുവരിക. നമ്മൾ സെല്ലിൻ്റെ വാല്യൂ റീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ബിലോ ദ ത്രിഷോൾഡ് ആണെങ്കിൽ, അത് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ എവിടെ വേണമെങ്കിലും ആവാം, ബിലോ ദ ത്രിഷോൾഡ് ആണെങ്കിൽ കീപ് ഇറ്റ് ആസ് സച്ച്, അതിന് ആ രീതിയിൽ തന്നെ സൂക്ഷിക്കുക. ബിക്കോസ് ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് ലോജിക്കൽ 0. ഈ ത്രിഷോൾഡിൻ്റെ താഴെയാണെങ്കിൽ ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് ലോജിക്കൽ 0. അപ്പോൾ നമ്മളത് വീണ്ടും ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ചാർജ് റിഫ്രഷിംഗ് by reading the cell.
So transistor is turned on. Sense amplifier connected to the bit line detects whether the charge stored in the capacitor is above the threshold value. അപ്പോൾ ഇത് പീരിയോഡിക്കലി നമ്മൾ ചെയ്യണം. പീരിയോഡിക്കലി ഈ സെല്ലിൻ്റെ വാല്യൂ റീഡ് ചെയ്തിട്ട് സെൻസ് ആംപ്ലിഫയർ കണക്റ്റഡ് ടു ദ ബിറ്റ് ലൈൻ ഡിറ്റക്ട് ചെയ്യും വെദർ ദ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഈസ് എബോവ് ദ ത്രെഷോൾഡ് വാല്യൂ. എബോവ് ആണെങ്കിൽ യു ഹാവ് ടു ഡ്രൈവ് ദ ബിറ്റ് ലൈൻ ടു ഫുൾ വോൾട്ടേജ് ടു റിപ്രസെൻറ്റ് ലോജിക്കൽ 1. സോ അപ്പോൾ എബോവ് ദ ത്രെഷോൾഡ് വാല്യൂ ആണെങ്കിൽ നമ്മൾ ഫുൾ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്തിട്ട് വീണ്ടും ആ കപ്പാസിറ്ററിനെ ഫുൾ ചാർജിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നു. ആൻഡ് ഇറ്റ് വിൽ റിപ്രസെൻറ്റ് ലോജിക്കൽ 1. ആണെങ്കിൽ യു ക്യാൻ ലീവ് ഇറ്റ് ആസ് സച്ച് ബിക്കോസ് ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് ലോജിക്കൽ 0. So if no, drives the bit line to low to represent logical 0. Now this voltage never recharges the capacitor so that the existing charge will be maintained. അപ്പോൾ below the threshold ആണെങ്കിൽ ആ എക്സിസ്റ്റിംഗ് ചാർജ് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. So this is very important. Reading the contents of the cell automatically refreshes the contents of the entire row. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പീരിയോഡിക്കലി റീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പീരിയോഡിക്കലി റിഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ ഈച്ച് റോ ഓഫ് ദ സെൽസ് മസ്റ്റ് ബി അസസ്ഡ് പീരിയോഡിക്കലി ടു മെയിൻറ്റെയിൻ ദ കണ്ടൻസ് ഓഫ് DRAM. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് DRAM. സ്റ്റാറ്റിക് റാമിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. സോ DRAമിൽ നമ്മൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പീരിയോഡിക്കലി നമ്മൾ ആ സെൽസിനെ റീഡ് ചെയ്യണം. ആ കപ്പാസിറ്ററിൻ്റെ ചാർജ് ത്രിഷോൾഡിൻ്റെ താഴെ പോകാതെ, ഇഫ് ഇറ്റ് ഈസ് ലോജിക്കൽ 1 ആണ് നമ്മൾ സ്റ്റോർ ചെയ്തതെങ്കിൽ ഫുൾ ചാർജ് ആയിരിക്കുമല്ലോ അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ അത് ത്രിഷോൾഡിൻ്റെ താഴെ പോകാതെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. Now we will see some differences between SRAM and DRAM. So SRAM and DRAM, of course, both are volatile. അതായത് പവർ ലോസ്റ്റ് ആണെങ്കിൽ ഇൻഫർമേഷൻ വിൽ ബി ലോസ്റ്റ്. ആൻഡ് SRAM not highly dense, so less density ആണ്, and expensive than DRAM. So here it is simpler and smaller, highly dense and less expensive. DRAM is less expensive. And SRAM, it doesn't require any periodic refreshing, but ഇവിടെ refreshing circuit വേണം DRAM വരുമ്പോൾ, because capacitor യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ periodic refreshing ചെയ്യണം. And SRAM is faster, but DRAM is slower than SRAM. And SRAM is normally used for cache memory. Cache memory is a type of memory which is used along with the processor. And DRAM, it is mainly used for main memory. നമ്മൾ മെയിൻ മെമ്മറിക്ക് വേണ്ടി റാമിന് നമ്മൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന റാം ഉണ്ടല്ലോ, മെയിൻലി നമ്മൾ DRAM ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ മെയിൻ മെമ്മറി. സോ നൗ ROM. സോ ROM എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റീഡ് ഓൺലി മെമ്മറി. സോ റീഡ് ഓൺലി മെമ്മറി ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് റീഡ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡേറ്റ ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആ മെമ്മറി മാനുഫാക്ചർ ചെയ്ത സമയത്ത് എന്ത് ഡേറ്റയാണോ ഉള്ളത് അത് തന്നെ ആയിരിക്കും അതിൻ്റെ ലൈഫ് ലോങ് അതിൻ്റെ ഡേറ്റ. ഒരിക്കലും നമുക്കത് മോഡിഫൈ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ കഴിയില്ല. സോ ഇറ്റ് കണ്ടെയ്ൻസ് എ പാറ്റേൺ ഓഫ് ഡേറ്റ ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് അണ്ടർ നോർമൽ ഓപ്പറേഷൻ. സോ നോർമലി ഒരു യൂസർക്ക് ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. സോ ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ ROM കനോട്ട് ബി മോഡിഫൈഡ് or can be modified only slowly or with difficulty, but of course special devices available ആണ്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാം. ബട്ട് നോർമലി യു കനോട്ട് മോഡിഫൈ ദ ഡേറ്റ ഇൻ ദ ROM. സോ ഇറ്റ് ഈസ് കോൾഡ് റീഡ് ഓൺലി മെമ്മറി. ഡേറ്റ റീഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ, അതായത് നോ പവർ സോഴ്സ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ബിറ്റ് വാല്യൂസ്. അപ്പം നോൺ വോളറ്റൈൽ ആണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് കമ്പയർഡ് ടു RAM. സോ നൗ ഇതൊരു ROM ഒരു സെല്ലിൻ്റെ കോൺഫിഗറേഷനാണ്. സെയിം സെൽ തിങ്, ബിറ്റ് ലൈൻ, യു ആർ യൂസിങ് എ വേർഡ് ലൈൻ, ട്രാൻസിസ്റ്റർ, എല്ലാം പഴയ കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് ഇവിടെ ആ കപ്പാസിറ്ററിന് പകരം നമ്മളിവിടെ ഒരു ഫ്യൂസ് യൂസ് ചെയ്യാണ്. ഈ ഒരു സ്റ്റേറ്റിൽ ഈ ഫ്യൂസ് നമ്മൾ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഗ്രൗണ്ട്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ദ വാല്യൂ ഓഫ് ദിസ് സെൽ ഈസ് 0. നൗ ഇവിടെ 1 സ്റ്റോർ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ജസ്റ്റ് ഈ ഫ്യൂസിനെ അങ്ങ് യു ആർ ജസ്റ്റ് റിമൂവിങ് ദിസ് ഫ്യൂസ്, ബ്ലോ ഔട്ട് ചെയ്ത് കളയുക. ഈ ഫ്യൂസ് അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ദിസ് വാല്യൂ ഓഫ് ദ സെൽ വിൽ ബി ചേഞ്ച്ഡ് ടു 1, ബിക്കോസ് വെൻ ദർ ഈസ് എ ഫ്യൂസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ദ വാല്യൂ ഓഫ് ദിസ് സെൽ ഗീവ്സ് 0. അപ്പോൾ ഇവിടെ 1 ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഈ ഫ്യൂസ് അങ്ങ് റിമൂവ് ചെയ്യുക. നൗ ദ വാല്യൂ ഓഫ് ദ സെൽ വിൽ ബി ചേഞ്ച്ഡ് ടു 1. സോ ദ ഫ്യൂസ് ഈസ് കണക്റ്റഡ് ടു സ്റ്റോർ എ 0. അപ്പം നോട്ട് കണക്റ്റഡ് ആണെങ്കിൽ ദ വാല്യൂ ഓഫ് ദ സെൽ വിൽ ബി 1. അപ്പോൾ ഇവിടെയും സെല്ലിൻ്റെ വാല്യൂ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും പഴയ ആ സെയിം കോൺസെപ്റ്റാണ്. സോ ഇഫ് യു വാണ്ട് ടു റീഡ് ദ സെൽ യു ഹാവ് ടു ആക്ടിവേറ്റ് ദ വേർഡ് ലൈൻ വിച്ച് വിൽ മേക്ക് ദ ട്രാൻസിസ്റ്റർ ഓൺ, and value will be 0 if that fuse or transistor is connected to ground, otherwise the value will be 1. And this is done when the chip is manufactured. അപ്പോൾ ചിപ്പ് ഈ IC ചിപ്പ് ROM മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡേറ്റ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും അവിടെ ആ ഫ്യൂസിൻ്റെ കണക്ഷൻസ് വരുന്നത് ഓരോ സെല്ലിലും.
സോ ഇതൊരു ബേസിക് റോം ഓർഗനൈസേഷനാണ്. ഓഫ് കോഴ്സ് ഓർഗനൈസേഷൻ പഴയതുപോലെ തന്നെയാണ്. സി 2 പവർ k നമ്പർ ഓഫ് റോസ് ആൻഡ് n നമ്പർ ഓഫ് കോളംസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ 2 പവർ k റോസ് എന്ന് പറയുമ്പോൾ സി ദ നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് റിക്വയർഡ് ഈസ് k ആൻഡ് ദ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ഡേറ്റ ലൈൻസ് വിൽ ബി n അല്ലേ, ഇൻറ്റു n. നമ്പർ ഓഫ് കോളംസ് എത്രയാണോ അത് തന്നെ ആയിരിക്കും നമ്പർ ഓഫ് ഡേറ്റ ഔട്ട്പുട്ട് ലൈൻസ്. ആൻഡ് നോട്ട് ദാറ്റ് റോം ഡസ് നോട്ട് ഹാവ് റൈറ്റ് ഓപ്പറേഷൻ. ഇവിടെ റൈറ്റ് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ബിക്കോസ് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് അവൈലബിൾ ഡേറ്റ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ ഇൻ റോം. സോ ഇതൊരു ബേസിക് ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഓഫ് എ 32x8 റോം. അപ്പോൾ 32x8 എന്ന് പറയുമ്പോൾ സി യു നീഡ് 5 അഡ്രസ് ലൈൻസ് അല്ലേ, ബിക്കോസ് 2 പവർ 5 ഈക്വൽ ടു 32. അപ്പോൾ നമുക്ക് വേണ്ടത് 5 അഡ്രസ് ലൈൻസ് ആണ്, I0, I1, I2, I3, I4. ആൻഡ് സി ഔട്ട്പുട്ട് ലൈൻസ് നമ്പർ ഓഫ് റോസ് എത്രയാണ്, 0 to 31, അതായത് 32 റോസ് ആൻഡ് 8 കോളംസ്. സോ 1 2 3 4 5 6 7 and of course you will have one more 1 2 3 8 sorry 3 4 5 6 7 8. So you will have 8 columns also. See ഈ ഓരോ ഇൻ്റർകണക്ഷൻസും, അതായത് ഈ റോസും ഈ കോളംസും തമ്മിലുള്ള ഓരോ ഇൻ്റർകണക്ഷൻസും ഓരോ സെൽസാണ്. ഇസ് ഇറ്റ്? ഇത് ഓരോന്നും ഓരോ സെൽസാണ്. നമ്മളിതിനെ ക്രോസ് പോയിൻ്റ് എന്ന് പറയുന്നു. So each output of the decoder represents a memory address and each OR gate must be considered as having 32 inputs. See ഇവിടെ ഓരോ OR ഗേറ്റിലും 32 ഇൻപുട്സ് ഉണ്ടാവും, ബിക്കോസ് ഈ സെല്ലിൻ്റെ കണക്ഷൻ, ഈ സെല്ലിൻ്റെ കണക്ഷൻ, ഈ പർട്ടിക്കുലർ സെൽ എക്സെട്ര അപ് ടു ദിസ്. അപ്പോൾ 0th സെൽ, ഈ സെൽ മുതൽ ഈ സെല്ല് വരെ ടോട്ടലി 32 കണക്ഷൻസ് ഈ OR ഗേറ്റിനുണ്ടാവും. സിമിലർലി ഫോർ ദ സെക്കൻഡ് OR ഗേറ്റ്. അപ്പോൾ ഓരോ OR ഗേറ്റിനും ഇങ്ങനെ 32 കണക്ഷൻസ് ഉണ്ടാവും കേട്ടോ, ഓരോ ക്രോസ് പോയിന്റ് വീതം. So totally the ROM will have 32x8 256 internal connections, because ഓരോ OR ഗേറ്റിനും 32 കണക്ഷൻസ് വീതം 8 OR ഗേറ്റ് ആണല്ലോ. സോ 32x8 256 internal connection and the interconnection between two lines is called cross point. ആൻഡ് ദിസ് ക്രോസ് പോയിന്റ് ഈസ് പ്രോഗ്രാമബിൾ. ആ ക്രോസ് പോയിന്റിനെ നമുക്ക് 1 ആയിട്ടോ 0 ആയിട്ടോ സെറ്റ് ചെയ്യാം. അതാണ് ആ സെൽ എന്ന് പറയുന്നത് അല്ലേ. ആ സെല്ലിൽ അവിടെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അവിടെ ഒരു എന്താ പറയുന്നത്, ഒരു ഫ്യൂസ് ഉണ്ടാവും. ആ ഫ്യൂസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണെങ്കിൽ ആ ക്രോസ് പോയിന്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ആ സെൽ റിമൂവ്ഡ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ ക്രോസ് പോയിന്റിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ ജസ്റ്റ് ഈ ഒരു ട്രൂത്ത് ടേബിൾ ശ്രദ്ധിക്കുക, റോം ട്രൂത്ത് ടേബിൾ. അപ്പോൾ ദീസ് ആർ ദ ഇൻപുട്സ് I0, I1, I2, I3, I4 and these are the outputs. So ഈ അഡ്രസ് ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ ഔട്ട്പുട്ട്. A0 will be 0, A1 will be 1, A2 will be 1, A3, A4, A5, A6, A7. So see that is implemented here. ഈ ഫസ്റ്റ് റോ നോക്കിയേ, ഫസ്റ്റ് റോ എന്താണ് ചെയ്തിരിക്കുന്നത്? സി എവിടേക്കാണ് 1 വരുന്നത് നോക്കിയേ, A7, A5, A4 അല്ലേ. This is A7, right? A7, A5, A4. സോ അവിടെയാണ് ഈ റിപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുന്നത്. സോ ഇത് ഓരോന്നും ഓരോ ക്രോസ് പോയിന്റ് ആണ്. അവിടെ ജസ്റ്റ് 1 വേണോ 0 വേണോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഈ ട്രൂത്ത് ടേബിളിൽ നോക്കിയിട്ട് A7ൽ 1 വേണം, A6ൽ 0 വേണം, A5ൽ 1. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് 1 വേണം, ഇവിടെ 0 വേണം, ഇവിടെ 1, വീണ്ടും ഇവിടെ 1, ഇവിടെ 0. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഫ്യൂസിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. സോ നമുക്ക് 1 ആണ് വേണ്ടതെങ്കിൽ ആ ഫ്യൂസ് അങ്ങ് റിമൂവ് ചെയ്യുക. 0 ആണ് വേണ്ടതെങ്കിൽ ഫ്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ വീണ്ടും 1 ആണല്ലോ വേണ്ടത്, അപ്പോൾ ഫ്യൂസ് റിമൂവ് ചെയ്യുക. ഇവിടെയും 1 ആണ് വേണ്ടത്, അപ്പോൾ ഫ്യൂസ് അങ്ങ് റിമൂവ് ചെയ്യുക. ഇവിടെ നമുക്ക് 0, ഈ സെല്ലിൽ 0 ആണ് വേണ്ടത്, അപ്പോൾ ഫ്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഡൺ. അപ്പോൾ ബേസിക്കലി ഇനിഷ്യൽ റോമിൻ്റെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ സെൽസിൻ്റെയും വാല്യൂ 0 ആയിരിക്കും. ഇനിഷ്യലി എല്ലാ സെൽസിലും ഫ്യൂസ് മെയിൻറ്റെയിൻഡ് ആയിരിക്കും ആൻഡ് ദ വാല്യൂ വിൽ ബി 0. അപ്പോൾ എവിടെയൊക്കെയാണോ ഏതൊക്കെ സെൽസിലാണോ 1 വേണ്ടത് ആ പർട്ടിക്കുലർ സെൽസിൻ്റെ ഫ്യൂസ് മാത്രം റിമൂവ് ചെയ്തിട്ട് അവിടെ 1 സ്റ്റോർ ചെയ്യാം. റിമൈനിങ് എല്ലാ സെൽസിലും 0s ഉണ്ടാവും. സോ ഈ ട്രൂത്ത് ടേബിളിൽ എന്താണോ ഗിവൺ അതിനനുസരിച്ച് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. സിമിലർലി സെക്കൻഡ് റോ നോക്കിക്കേ, 0 0 0 1 1 1 ശരിയല്ലേ. സി 0 0 0 1 1 1. So this is how the data is stored into the ROM when it is manufactured. Now similarly types of ROM. Now PROM. സോ പ്രോം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ പ്രോഗ്രാമബിൾ ആണ്. സോ റീഡ് ഓൺലി മെമ്മറിയെ കുറിച്ച് നമുക്കറിയാം, ഇറ്റ് ഈസ് റീഡ് ഓൺലി. ഒരിക്കലും നമുക്കത് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡേറ്റ മോഡിഫൈ ചെയ്യാൻ യൂസർക്ക് പറ്റത്തില്ല. ബട്ട് പ്രോം ഈസ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അത്യാവശ്യം നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ദാറ്റ് മീൻസ് യൂസർ ക്യാൻ പ്രോഗ്രാമബിൾ, അതായത് ഇലക്ട്രിക്കലി
programmable by the user, that is PROM. So ഇതെങ്ങനെ പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം. So it makes use of a special equipment called device programmer. So നേരത്തെ പറഞ്ഞ പോലെ initially all cross points will have zeros. അപ്പോൾ യൂസർ ക്യാൻ ഇൻസർട്ട് വൺസ് ബൈ ബേണിംഗ് ഔട്ട് ദ ഫ്യൂസസ്. അപ്പോൾ ഇലക്ട്രിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ പോയിന്റിലാണോ വൺ സ്റ്റോർ ചെയ്യേണ്ടത് അവിടുത്തെ ഫ്യൂസ് മുഴുവൻ ബേൺ ഔട്ട് ചെയ്ത് കളയുക. ബട്ട് ദിസ് പ്രോസസ് ഈസ് ഇറിവേഴ്സിബിൾ. തിരിച്ച് നമുക്ക് സീറോയിലോട്ട് വരാൻ പറ്റത്തില്ല. ഇനിഷ്യലി എല്ലാ ക്രോസ് പോയിൻറ്റ്സും സീറോ ആയിരിക്കും. ആ ക്രോസ് പോയിൻറ്റിനെ ഫ്യൂസ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഒന്നിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ദിസ് പ്രോസസ് ഈസ് തിരിച്ച് പഴയ സ്റ്റേറ്റിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. സോ ദേ ആർ ഓൾസോ കോൾഡ് വൺ ടൈം പ്രോഗ്രാമബിൾ ഡിവൈസസ്. So it is good for storing fixed programs. It is faster, less expensive and very flexible since programmed by the user. അപ്പോൾ ഇതിൻ്റെ ഒരു ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് it is programmed by the user itself. That is the best advantage. Next type is EPROM. So EPROM is erasable programmable read-only memory. ഇപ്പോൾ പ്രോമിൻ്റെ the main disadvantage എന്ന് പറയുന്നത് the process is irreversible ആയിരുന്നു. നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. But here it is erasable. The data is erasable and programmable. So programmed similar to PROM. Programming similar to PROM ആണ് because there will be number of cross points. Initially all values will be 0. അപ്പോൾ ഓരോ പോയിന്റിലും ഒന്നായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൻ്റെ എതർ ഫ്യൂസ് റിമൂവ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ സം കേസസ് there will be a transistor. Instead of a fuse, a special transistor will be used which can ഓപ്പറേറ്റ് ആസ് എ ഓപ്പൺ സ്വിച്ച് ഓർ ക്ലോസ്ഡ് സ്വിച്ച്. അപ്പോൾ ക്ലോസ്ഡ് ആണെങ്കിൽ വാല്യൂ 0 ആയിട്ടും ഓപ്പൺ ആണെങ്കിൽ വാല്യൂ 1 ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. സോ സ്റ്റോർഡ് ഡേറ്റ ക്യാൻ ബി എറേസ്ഡ് ആൻഡ് ന്യൂ ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ്. സോ ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഫോർ EPROM ദ സ്റ്റോർഡ് ഡേറ്റ ക്യാൻ ബി എറേസ്ഡ്. അപ്പോൾ ഡേറ്റ എറേസ് ചെയ്യാം. അപ്പോൾ എറേസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. യു സിംപ്ലി എക്സ്പോസ് ദ ഡിവൈസ് ടു എ സ്ട്രോങ് സോഴ്സ് ഓഫ് അൾട്രാ വയലറ്റ് ലൈറ്റ്. സോ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത ഡേറ്റ EPROMൽ നിന്നും എറേസ് ചെയ്ത് കളയാം. സോ എ വിൻഡോ ഇൻ ദ ടോപ്പ് ഓഫ് ദ ഡിവൈസ് അലോസ് ദ ലൈറ്റ് ടു റീച്ച് ദ സിലിക്കോൺ ആൻഡ് ബൈ ഡൂയിങ് ദിസ് വി ആർ റീസെറ്റിംഗ് ദ എൻറ്റയർ ചിപ്പ് ടു ഇറ്റ്സ് ഇനിഷ്യൽ അൺപ്രോഗ്രാംഡ് സ്റ്റേറ്റ്. അപ്പോൾ കംപ്ലീറ്റ് ഡേറ്റ എറേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എറേസ് ചെയ്തിട്ട് നെക്സ്റ്റ് അഗെയിൻ യു ക്യാൻ സ്റ്റോർ ന്യൂ ഡേറ്റ. സോ അഡ്വാൻറ്റേജ് ഇറ്റ് ക്യാൻ ബി എറേസ്ഡ് ആൻഡ് റീപ്രോഗ്രാംഡ്. ബിക്കോസ് ഈ റീപ്രോഗ്രാംഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്യൂസ് സ്ട്രക്ചർ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, ആ പറഞ്ഞ ട്രാൻസിസ്റ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് വിച്ച് ക്യാൻ ബിഹേവ് ആസ് എ ഓപ്പൺ സ്വിച്ച് ഓർ എ ക്ലോസ്ഡ് സ്വിച്ച്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം വാല്യൂ 1 or 0 നമുക്ക് സ്റ്റോർ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഓൾ സെൽസ് മസ്റ്റ് ബി എറേസ്ഡ് ബിഫോർ ദ റൈറ്റ് ഓപ്പറേഷൻ. ബട്ട് സെൽസ് എറേസ് ചെയ്യുമ്പോൾ ആ ചിപ്പ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എറേസ് ചെയ്യേണ്ടി വരും. ചിപ്പിലെ എല്ലാ സെൽസും നമ്മൾ എറേസ് ചെയ്യേണ്ടി വരും, എന്നിട്ട് റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഡബിൾ EPROM. സോ ഡബിൾ EPROM it is electrically erasable programmable read-only memory. So previous type നമ്മൾ എറേസ് ചെയ്തത് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡബിൾ EPROMൽ അതിൻ്റെ ആവശ്യമില്ല. യു ക്യാൻ എറേസ് ആൻഡ് പ്രോഗ്രാം ഇറ്റ് ഇലക്ട്രിക്കലി ബൈ യൂസിങ് ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ആൻഡ് സെലക്റ്റഡ് സെൽസ് അലോൺ ക്യാൻ ബി എറേസ്ഡ്. ആവശ്യമുള്ള സെൽസ് മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രം എറേസ് ചെയ്ത് കളയാനും സാധിക്കും. ആൻഡ് സെൽസ് ക്യാൻ ബി എറേസ്ഡ് സെലക്റ്റീവ്ലി, ക്യാൻ ബി ബോത്ത് പ്രോഗ്രാംഡ് ആൻഡ് എറേസ്ഡ് ഇലക്ട്രിക്കലി. But different voltages are needed for erasing, writing and reading. So proper electrical methods use ചെയ്തിട്ട് ഡേറ്റ എറേസ് ചെയ്യാനും എറേസ് ചെയ്ത് സെലക്റ്റീവായിട്ട് ഡേറ്റ എറേസ് ചെയ്യാനും അവിടെ തന്നെ റീപ്രോഗ്രാം ചെയ്യാനും സാധിക്കും. But it is more expensive than EPROM. It is less dense than EPROM and can be written without erasing prior contents also. Now flash memory. So flash memory നമ്മൾ അറ്റ് പ്രസൻറ്റ് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ്. നമ്മുടെ പെൻ ഡ്രൈവ്സും USB ഡ്രൈവ് അഥവാ പെൻ ഡ്രൈവ്സിലും മറ്റുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി ഫ്ലാഷ് മെമ്മറിയാണ്. സോ കോൾഡ് സോ ബിക്കോസ് ഇറ്റ് ഈസ് സോ ഓർഗനൈസ്ഡ് ദാറ്റ് എ സെക്ഷൻ ഓഫ് ദ മെമ്മറി സെൽസ് ആർ എറേസ്ഡ് ഇൻ എ സിംഗിൾ ആക്ഷൻ ഓർ ഫ്ലാഷ്. സോ ഇവിടെ എറേസിങ്ങും റീസ്റ്റോറിങ് ഓഫ് വാല്യൂസും ഒക്കെ വളരെ എളുപ്പമാണ്. മാത്രമല്ല വളരെ സെലക്റ്റീവായിട്ട് നമുക്ക് സെൽസ് സെലക്ട് ചെയ്തതിന് ശേഷം ആ സെൽസ് മാത്രം എറേസ് ചെയ്യുകയോ ആ പോർഷനിൽ മാത്രം ഡേറ്റ സ്റ്റോർ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ആൻഡ് സ്ട്രക്ചർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ഡബിൾ EPROM cell. Single cell can be read, entire block of cells can be written. You can erase it before writing operation. So the contents are erased before writing and it is written electrically. So greater density, higher capacity and lower cost per bit. So cost വളരെ ലെസ് ആണ് and it is normally used in digital cameras, MP3 music players etc. So normally നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ഈ ഫ്ലാഷ് മെമ്മറി.
and this is another type of RAM, extended EDO RAM, that is extended data out dynamic random access memory. So basically it is DRAM, but the only difference is it is extended data out. So ഇത് little more faster ആണ്. And അതിൻ്റെ main feature എന്ന് പറയുന്നത്, see, it does not wait for all of the processing of the first bit before continuing to the next one. Soon as the address of the first bit is located. So ഒരു സെൽ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ it will assess the next cell. It will assess the next cell and start processing the next bit. അപ്പോൾ അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. So that is the advantage of extended data out dynamic random access memory. And you have another one type called non-volatile RAM. So non-volatile എന്ന് പറയുമ്പോൾ it is RAM, but it is non-volatile. So only RAM that can retain data even after electricity is cut off. So in fact it is volatile RAM equipped with external power supply. So that is the only difference. Basically it is RAM, but it is non-volatile. So even if power is cut off, the information will be maintained. So മെമ്മറിയെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.